അപ്പോൾ പ്രിയ പ്രേക്ഷകരെ, എല്ലാവർക്കും വസുദേവ കുടുംബ എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ താലൂക്കിൽ പോരുവഴി എന്ന ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്നൊരു ക്ഷേത്രമാണ്. ഇവിടെ നമ്മുടെ മഹാഭാരതത്തിലെ നമ്മളൊക്കെ വെറുക്കപ്പെട്ട അല്ലെങ്കിൽ അധർമ്മിയുടെ പര്യായമായ ദുര്യോധനെ ആരാധിക്കുന്ന, അല്ലെങ്കിൽ ഈ ദേശത്തിൻ്റെ നാഥനായി, ഈ ദേശത്തിൻ്റെ വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ദേവനായി കരുതി ദുര്യോധനെ ആരാധിക്കുന്ന ക്ഷേത്രമാണ് പോരുവഴി ദുര്യോധന ക്ഷേത്രം. ഇവിടെ ക്ഷേത്രത്തിൽ ഈ പറയുന്ന ആരാധനാമൂർത്തിയായിട്ട് വിഗ്രഹങ്ങളോ മറ്റോ ഒന്നുമില്ല. ഒരു തറ മാത്രമാണ്, കെട്ടി ഉയർത്തിയ ഒരു തറയാണ് ഇവിടുത്തെ ആരാധനാമൂർത്തിയായി. അല്ലെങ്കിൽ ദുര്യോധനാണ് ആരാധനാമൂർത്തിയെങ്കിലും മലനട അപ്പൂപ്പൻ എന്നാണ് എല്ലാവരും വിളിക്കുന്ന പേര്. കുറവ സമുദായത്തിൻ്റെ നിയന്ത്രണത്തിലുള്ളതാണെങ്കിലും 7 കരകളിൽ നിന്ന് കരകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതിയാണ് ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്. ഇതാണ് മലനട ക്ഷേത്രത്തിലേക്കുള്ള, അതായത് കെട്ടുത്സവം കയറി, അതായത് താഴെ വലിയൊരു കണ്ടമാണ്. അവിടെ നിന്നാണ് ഈ 7 കരകളിലെ കെട്ടുത്സവങ്ങൾ. അതും അതിൻ്റെ ഒരു വീഡിയോ ഞാൻ കുറച്ച് ഇതിനോടൊപ്പം ചേർത്ത് ഇടുന്നുണ്ട്. അപ്പം ഉത്സവങ്ങൾ ആ 7 കരകളിലെ ഒരു എടുപ്പ് കാളയും പിന്നീട് 6 കുതിരയുമാണ്. എടുപ്പ് കുതിരകളാണ്. എടുപ്പ് കുതിരയും എടുപ്പ് കാളയും അതുപോലെ 100 കണക്കിന് ചെറിയ കെട്ടിടപ്പടികളുമൊക്കെ ഉത്സവത്തിൻ്റെ മീനത്തിൽ 2ാം വെള്ളിയാഴ്ചയാണ് ഇവിടുത്തെ ഉത്സവം. അന്ന് ഈ ക്ഷേത്രത്തിന് ചുറ്റും വലം വെച്ച് വരുന്ന വളരെ രസകരമായ വലിയൊരു ഉത്സവം നടക്കുന്ന ഒരു ക്ഷേത്രമാണിത്. നമ്മുടെ മഹാഭാരതത്തിലെ ദുര്യോധനെ ആണ് ഇവിടുത്തെ ആരാധനാമൂർത്തി. അതുപോലെ ഇവിടുത്തെ അപ്പൂപ്പൻ പ്രിയപ്പെട്ട വഴിപാടുകളെന്ന് പറയുമ്പോൾ കള്ള്, അടയ്ക്ക എന്ന് പറയുമ്പോൾ വെറ്റില, പുകയില, പാക്ക് എന്നിവ കൂടിച്ചേർന്നത്. അതുപോലെ തന്നെ കോഴി, ഇതൊക്കെയാണ് അപ്പൂപ്പൻ്റെ പ്രിയപ്പെട്ട വഴിപാടുകൾ. കള്ളാണ് അപ്പൂപ്പൻ്റെ പ്രിയ വഴിപാട്. അങ്ങനെ ഒരുപാട് പേര് കള്ള് അപ്പൂപ്പന് വഴിപാടായി സമർപ്പിക്കാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ഇവിടുത്തെ ഉത്സവം വളരെ വളരെ മനോഹരമായ ഉത്സവമാണ്. അന്ന് ഈ കണ്ടത്തിൽ മുഴുവൻ ചേറ് കുളിച്ച് ഭക്തജനങ്ങൾ അപ്പൂപ്പന് ഇഷ്ടപ്പെട്ട എടുപ്പ് കാളയും കുതിരകളെയൊക്കെ തോളിലേറ്റി ഈ ക്ഷേത്രത്തിന് ചുറ്റും വലം വെച്ച് വലിയ രീതിയിൽ ആഘോഷിക്കുന്ന ഈ പ്രദേശമല്ല, ഈ ദേശം മുഴുവൻ ആഘോഷിക്കുന്ന വലിയ ഒരു ഉത്സവമാണ് ഇവിടെ. അങ്ങനെ മഹാഭാരതത്തിൻ്റെ നമ്മൾ ഏറ്റവും കൂടുതൽ മഹാഭാരതത്തിൽ വിമർശിക്കപ്പെട്ട ഒരു കഥാപാത്രമാണ് ദുര്യോധനൻ. ആ ദുര്യോധനെ ഈ പ്രദേശത്തെ ആൾക്കാരുടെ ജീവനാണ്, ദൈവമാണ്, വിളിച്ചാൽ വിളിപ്പുറത്തോടിയെത്തുന്ന നാഥനാണ്, അവരുടെ പ്രിയ മലനട അപ്പൂപ്പനായിട്ട് കണ്ടുകൊണ്ട് ആരാധിക്കുന്ന നാഥനാണ്. അതുപോലെ തന്നെ ഈ പ്രദേശത്തെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യം എന്ന് പറയുന്നത്, പണ്ട് വനവാസകാലത്ത് പാണ്ഡവർ ഈ വനവാസകാലത്ത്, ഇതാണ് ക്ഷേത്രത്തിൻ്റെ ആ ഒരു ഉത്സവത്തിൻ്റെ വീഡിയോ, അതാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ എന്ന് വിചാരിച്ചത്. അങ്ങനെ വനവാസകാലത്ത് പാണ്ഡവരെ തിരക്കി വന്ന ദുര്യോധനനും ഇവിടെയുള്ള ഒരു സ്ത്രീ, കുറവ സമുദായത്തിൽപ്പെട്ടൊരു സ്ത്രീ മധുചൂഷകം നൽകി എന്നാണ് പറയുന്നത്. അത് ഇഷ്ടപ്പെട്ട ആ പാനീയം ഇഷ്ടപ്പെട്ട ദുര്യോധനൻ 101 ഏക്കർ ആ സ്ത്രീക്ക് എഴുതി കൊടുത്തു. പിന്നീട് അങ്ങനെയാണ് ഇവിടെ ഭഗവാനെ ദുര്യോധനനെ ഒരു ആരാധനാമൂർത്തിയായി സങ്കല്പിച്ചുകൊണ്ട്, മലനട അപ്പൂപ്പനായി സങ്കല്പിച്ചുകൊണ്ട് ഇവിടെ ആരാധിക്കുന്നത്. ഇത് ആ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ഒരു പുഞ്ചയല്ല, ശരിക്കും പറയാൻ വയലാണ്. വെള്ളം കയറി കിടക്കുന്ന രസകരമായൊരു കാഴ്ചയാണ്. ഇത് നമ്മുടെ ക്ഷേത്രത്തിലേക്കുള്ള ഈ ക്ഷേത്രത്തിന് താഴെയുള്ള ഒരു റോഡാണിത്. അപ്പം ഇവിടെ നിന്നാണ് ശരിക്കും പറയാൻ നമ്മുടെ ഈ കെട്ടുത്സവങ്ങളെല്ലാം ക്ഷേത്രത്തിലേക്ക് ഒരു ഒട്ടനവധി 100 കണക്കിന് ചെറിയ കെട്ടുരുപ്പടികളും വലിയ 6 തേരും വലിയ എടുപ്പുകാളെയൊക്കെ ഈ വയലിൽ അന്ന് ഇത്രയും വെള്ളം കാണത്തില്ല, വെള്ളം കുറവായിരിക്കും. അപ്പം ഇവിടെ നിന്ന് എടുത്താണ് നമ്മുടെ ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. ഇപ്പം ഇത് മഴ പെയ്ത സമയത്ത് വെള്ളം കയറി കിടക്കുന്ന വളരെ മനോഹരമായ ഒരു വീഡിയോ ആണ്. അത് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഇപ്പോൾ ഞാൻ ശ്രമിക്കുന്നത്. അങ്ങനെ മലനട ക്ഷേത്രത്തിൻ്റെ അതാണ് ഐതിഹ്യമായി പറയുന്നത്. കാരണം പാണ്ഡവരെ തിരക്കി വന്ന ദുര്യോധനന്, ഒരു കുറവ സ്ത്രീ, ക്ഷീണിതനായ ദുര്യോധനനും അനുയായികളും വിശ്രമിക്കുന്ന വേളയിൽ അദ്ദേഹത്തിന് ഈ ഈ കുടിക്കുവാനായി കൊടുത്തു എന്നും അത് കുടിച്ച് ഇഷ്ടപ്പെട്ട ദുര്യോധന 101 ഏക്കർ ആ സ്ത്രീയുടെ പേരിൽ എഴുതി കൊടുക്കുകയും, അങ്ങനെ പിന്നീട് ഇവിടെ ഒരു മലനടയാണ്. മലനട എന്ന് പറയുമ്പോൾ മലയുടെ മുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഒരു കുന്നിൻ മുകളിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ ഈ പ്രദേശത്തിൻ്റെ നാഥനായി ദുര്യോധനൻ വാണരുളുന്നൊരു ക്ഷേത്രമാണിത്.
നമ്മൾ മഹാഭാരതത്തിൽ ശരിക്കും ദുര്യോധനെ ഒരു വ്യത്യസ്തമായ അല്ലെങ്കിൽ എന്താ ഒരു അധർമ്മിയായാണ് സങ്കല്പിച്ചിരിക്കുന്നതെങ്കിലും പക്ഷേ ഇവിടുത്തെവർക്ക് ദുര്യോധനൻ അവരുടെ പ്രിയ ദൈവമാണ്. അപ്പോൾ എല്ലാവർക്കും ഇവിടെ നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു വെള്ളം കയറി കിടക്കുന്ന അവസ്ഥ മഴക്കാലമായതുകൊണ്ടാണ്. പിന്നീട് ഇവിടെ ഇത് വയലുകളെല്ലാം ക്ഷേത്രത്തിന് സ്വന്തമാണ്. കൃഷികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ കൃഷിയൊക്കെ കഴിയുന്ന സമയത്താണ് ഉത്സവം നടക്കുന്നത്. കൊയ്ത്തൊക്കെ കഴിയുന്ന സമയത്താണ് ഉത്സവം നടക്കുന്നത്. അങ്ങനെ വളരെ ഇപ്പോൾ വെള്ളം കയറി കിടക്കുന്നതുകൊണ്ട് നല്ല രസമാണ്. അപ്പോൾ ഒരുപാട് ജനങ്ങൾ ഇതേ സ്ഥലത്ത് കാണാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. വെള്ളം കയറി കിടക്കുന്ന മനോഹരമായ കാഴ്ച കാണുമ്പോൾ എത്തിയിരിക്കുകയാണ്. ആ കാണുന്നതാണ് ക്ഷേത്രം, മലനറ ക്ഷേത്രം എന്ന് പറയുമ്പോഴാണ് ഈ കണ്ടത്തിൽ നിന്നും ആണ് ഈ കുതിരകളെയും ഈ കെട്ടുരുപ്പിടികളെയൊക്കെ ആ മലം മുകളിലൂടെ വലിച്ച് അതൊന്ന് തോളിലേറ്റിയാണ് കൊണ്ടുപോകുന്നത്. അതാണ് ക്ഷേത്രം. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷം തോന്നുന്നു. അപ്പം എല്ലാവരും ക്ഷേത്രത്തെക്കുറിച്ച് അറിയാത്ത ആൾക്കാരൊക്കെ ക്ഷേത്രത്തിൽ എത്തി വരിക, വന്ന് തൊഴുക. നല്ല ഒരു ഭക്തിസന്ദ്രമായ അന്തരീക്ഷമാണ്. ദുര്യോധനെ ദൈവമായി കണ്ടുകൊണ്ട് ആരാധിക്കുന്ന ക്ഷേത്രമാണ്. മലമുറ അപ്പൂപ്പൻ എന്നാണ് ഇവിടുത്തെ പ്രദേശവാസികളുടെ അദ്ദേഹത്തെ വിളിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം ഓക്കെ, വീണ്ടും അടുത്ത വീഡിയോ കാണാം.